പാഠം 275. മറക്കാനാവാത്ത ഒരു ശുപാർശ. എന്തോ കാര്യമായിട്ട് കണക്കൂട്ടലാണല്ലോ. എന്താ അത്? കൃത്യമായ കണക്കൂട്ടലുകളില്ലാതെ ജീവിച്ചാൽ ജീവിതം കുളമാകാൻ വേറെന്തെങ്കിലും കാരണം വേണോ? എന്റെ എല്ലാ കാര്യങ്ങളിലും വളരെ കൃത്യമായ കണക്കൂട്ടലുകൾ ഉണ്ടാവും. എന്തായാലും മോഹനേട്ടനെ സമ്മതിക്കണം. ഇത്രയ്ക്ക് അളന്നു കുറിച്ച് ജീവിക്കുന്ന വേറെ ആരാ നമ്മുടെ നാട്ടിലുള്ളത്? മോഹനേട്ടന്റെ ഭാര്യയായത് എന്റെ ഭാഗ്യാണ്. നിനക്ക് എന്നോട് എന്തോ പറയാനുണ്ട്. എന്താണ്? എന്ത്? എനിക്ക് ഇഷ്ടമില്ലാത്ത എന്തോ കാര്യം ചെയ്യണമെന്ന് നിനക്ക് ആഗ്രഹമുണ്ട്. അത് എന്റെ മുമ്പിൽ അവതരിപ്പിക്കുന്നതിന് മുമ്പുള്ള സോപ്പിടലാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ പരത്തണ്ട, കാര്യം പറഞ്ഞു. അതെ, വേറൊന്നുമല്ല. നമ്മള് വാടക വീട്ടിൽ നിന്ന് സ്വന്തം വീട്ടിലേക്ക് മാറിയിട്ട് മാസം 2 ആയില്ലേ മോഹനേട്ടാ? എന്റെ ഓഫീസിലുള്ള ആളുകളെ വിളിച്ചൊരു ഊണ് കൊടുക്കാൻ ഇതുവരെ നമുക്ക് പറ്റില്ലല്ലോ. അടുത്ത ഞായറാഴ്ച നമുക്ക് അവരെ വിളിക്കാം. ഞാൻ പറഞ്ഞു, നിന്റെ മുഖഭാവം കണ്ടപ്പോഴേ എനിക്കറിയാമായിരുന്നു എന്തോ അപകടം പിടിച്ച കാര്യമാണ് പറയാൻ പോകുന്നതെന്ന്. നമ്മുടെ കാശ് കൊണ്ട് നമ്മൾ വീട് വാങ്ങിയതിന് മറ്റുള്ളവർ കൂട് വാങ്ങി കൊടുക്കേണ്ട കാര്യം എന്താണ്? നടക്കില്ല. മോഹനേട്ടാ, ഞാനൊന്ന് പറയട്ടെ. നീ ഒന്നും പറയണ്ട. നിന്റെ മുഖം കണ്ടാൽ അറിയാം ഇതിലും വലിയ എന്തോ ഒരു കാര്യം പറയാനുണ്ടെന്ന്. എനിക്ക് കേൾക്കണ്ട. അപ്പോ മുഖലക്ഷണ വിദഗ്ധൻ എന്ത് പറയുന്നു? എന്റെ ഓഫീസിലുള്ളവരെ വിളിക്കാൻ സമ്മതിക്കില്ല? ഇല്ല. മോഹനേട്ടാ, അല്ലെങ്കിൽ തന്നെ നാട്ടിലൊരു സംസാരമുണ്ട്, മോഹനേട്ടൻ 6 പിശുക്കനാണെന്ന്. ഓഫീസിലുള്ളവരൊക്കെ എന്നോട് അത് ചോദിക്കുമ്പോ ഞാൻ പറയും അതൊക്കെ ശത്രുക്കൾ വെറുതെ പറഞ്ഞുണ്ടാക്കാന്ന്. ഇപ്പോ നമ്മൾ എല്ലാവരെയും വിളിച്ചൊരു ഊണ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ തെറ്റിദ്ധാരണ മാറും. നിന്റെ ആഫീസിലെ കേസിലാ വക്കീലന്മാരെ ഓരോന്നും പറഞ്ഞ് ബോധ്യപ്പെടുത്താനായി ഞാൻ അവരെ ഇവിടെ വിളിച്ചു വരുത്തി എന്റെ ചെലവിൽ ഊണ് കൊടുക്കണം. നടന്നു തന്നെ. ഹമേ, നീ എന്തൊക്കെ പറഞ്ഞാലും ഈ നാട്ടിൽ എനിക്കൊരു വിലയുണ്ട്. ഞാൻ ഒരു പിശുക്കനാണ് എന്ന് ശത്രുക്കൾ പറയുമായിരിക്കും, പക്ഷേ അതൊന്നും മറ്റാരും വിശ്വസിക്കില്ല. കഷ്ടം. തെറ്റിദ്ധരിച്ച് ജീവിക്കുന്നവരുടെ പിന്നെന്ത് പറയാനാണ്? മോഹനേട്ടാ, ഇത്രയും നേരം മോഹനേട്ടൻ മുഖം നോക്കി ശാസ്ത്രം പറഞ്ഞല്ലോ. ഇപ്പോ മോഹനേട്ടന്റെ മുഖം നോക്കി ഞാനൊരു ലക്ഷണം പറയട്ടെ. ഈ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട് മോഹനേട്ടൻ ഭൂലോക പിശുക്കനാണെന്ന്. ഉത്തമനാണ്. ഉത്തമനോട് സംസാരിച്ചതിന് ശേഷം നിന്നോട് സംസാരിക്കും. മാറി നിൽക്ക. നമസ്കാരമുണ്ട് സാർ. നമസ്കാരം. അല്ല, സാർ രാവിലെ ഓഫീസിൽ പോയി ഇറങ്ങായിരിക്കും. സാധാരണ പ്രവൃത്തി ദിവസങ്ങളിൽ ഞാൻ ഓഫീസിലേക്കാണല്ലോ പോകാറുള്ളത്. അതിന് ചോദിക്കാൻ എന്തിരിക്കുന്നു? ഓ സാറേ, ഞാൻ വെറുതെ രാവിലെ ഒരു കുശലാന്വേഷണം നടത്തി എന്നുള്ളതേ ഉള്ളൂ. കുശലാന്വേഷണം നടത്തുമ്പോൾ കുറച്ചുകൂടി ബൗദ്ധികപരമായി ചിന്തിക്കണം. അല്ലെങ്കിൽ ഉത്തമന് എന്നെ കൊണ്ട് എന്തെങ്കിലും ആവശ്യമുള്ളതുകൊണ്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നതെന്നും സോപ്പിടുന്നതെന്നും തോന്നിപ്പോവും. സത്യം പറഞ്ഞ സാറിനെ കൊണ്ട് എനിക്കൊരു ചെറിയ ആവശ്യം ഉണ്ടായിരുന്നു. അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. ഇപ്പൊ നിനക്ക് മനസ്സിലായോ? ഓരോരുത്തരുടെ സംസാരം കേൾക്കുമ്പോ തന്നെ ബുദ്ധിയുള്ളവർക്ക്, വളരെ ബുദ്ധിയുള്ളവർക്ക് കാര്യങ്ങൾ വേഗം മനസ്സിലാവും. ഇത് ഞാൻ പറഞ്ഞതിനാണ് നീ എന്നെ കളിയാക്കിയത് കുറച്ചു മുമ്പ്. ഇപ്പൊ നീ എന്ത് പറയുന്നു? ഉത്തമ, ഞാനും മോഹനേട്ടനും കൂടി ഇവിടെ പുതിയൊരു സ്ഥാപനം തുടങ്ങാൻ പോവാ. മുഖലക്ഷണം പറയുന്ന ഒരു സ്ഥാപനം. ആർക്കും വരാം. വന്ന് വില്ലേജ് ഓഫീസറുടെ മുന്നിൽ ഒരു 3 മിനിറ്റ് ഇരുന്ന് കൊടുത്താൽ മതി. അയാൾ ആരാണ്, എവിടെ നിന്ന് വരുന്നു, എന്തിനു വരുന്നു, അയാളുടെ അച്ഛന്റെ പേരെന്താണ്, അയാളുടെ കല്യാണം എന്തെങ്കിലും നടക്കുമോ തുടങ്ങിയ സകല ചോദ്യങ്ങൾക്കും മോഹനേട്ടൻ മുഖത്ത് നോക്കി മറുപടി പറഞ്ഞു കൊടുക്കും. സാറേ, ഉള്ളതാണ്. അങ്ങനെയാണെങ്കിൽ എന്റെ ഈ മുഖത്തേക്ക് ഒന്ന് സൂക്ഷിച്ചു നോക്കിയേ. നോക്ക്, എന്തെങ്കിലും കാണുന്നുണ്ടാ? ഉണ്ട്. 2 കണ്ണ്, ഒരു മൂക്ക്, മീശ, ചുണ്ട് എല്ലാം കാണുന്നുണ്ട്. അത് മാത്രമല്ല, അക്കൂട്ടത്തിൽ ഒരു കള്ളലക്ഷണവും കാണുന്നുണ്ട്. ഉത്തമനെ കൊണ്ട് സാധിക്കാനുള്ളത് എന്തോ വഴിവിട്ട കാര്യമാണെന്നുള്ളത് ഉറപ്പ്. അങ്ങനെ ഒരു വഴിവിട്ടൊന്നുമല്ല,
പക്ഷേ സാറ് സഹായിച്ച ഞാൻ ഒരു കല്യാണം കഴിക്കും, അത്രേ ഉള്ളൂ. മനസ്സിലായില്ല? ഉത്തമന് കല്യാണം കഴിക്കാൻ ഞാൻ സഹായിക്കണോ? കല്യാണം നടത്തുന്നത് രജിസ്റ്റർ ഓഫീസിലല്ലേ, വില്ലേജ് ഓഫീസിലല്ലോ. സാറ് കല്യാണം നടത്തി തരുന്നും വേണ്ട, പിന്നെ അതൊക്കെ ഞാൻ ഏർപ്പാടാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ച പെണ്ണ് കണ്ട് ഇഷ്ടപ്പെടുകയും ചെയ്ത്. എന്നിട്ട് ഇതുവരെ ഉത്തമൻ ഈ വിവരം പറയാതിരുന്നെന്താ? അത് പിന്നെ വക്കീലെ, ഇതിപ്പോ 34 പെണ്ണിലാണ് ഞാൻ കാണുന്നത്. കണ്ട പെണ്ണുങ്ങളെല്ലാം എനിക്ക് ഇഷ്ടപ്പെടുകയും ചെയ്തു. പക്ഷെ ആ പെണ്ണുങ്ങള് തിരിച്ച് ഇങ്ങോട്ട് ഇഷ്ടപ്പെടില്ലല്ലോ. ഈ പറഞ്ഞ പെണ്ണിന്റെ പേര് സ്നേഹലത എന്നാണ്. അവളെ കണ്ടു എനിക്കിഷ്ടപ്പെട്ടു. പക്ഷെ അവളുടെ ഭാഗത്തുനിന്നൊരു മറുപടി വരണ്ടേ. അത് ഇന്നലെയാണ് പറഞ്ഞത്, അവക്കും ഇഷ്ടമാണെന്ന്. അപ്പൊ ഉത്തമന് കോൾ അടിച്ചു. ചെലവുണ്ടേ? ആത്മഹത്യ ചെയ്യുന്നതിന് മുമ്പ് ആരെങ്കിലും ചെലവ് ചെയ്യാറുണ്ടോ? അയ്യടാ തമാശ. എന്നെ പോലെ ഒരു ഭാര്യയെ കിട്ടിയതുകൊണ്ട് മോഹനേട്ടന് ശരിക്കും ലോട്ടറിയാണ് അടിച്ചത്. എന്നിട്ട് വലിയ ന്യായം പറയുന്നു. നിന്നെ പോലെ അച്ചടക്കവും അനുസരണയും ഇല്ലാത്തൊരു വക്കീലിനെ കല്യാണം കഴിക്കേണ്ടി വന്നത് എങ്ങനെ ലോട്ടറി ആവും? ഉത്തമ, ഉത്തമൻ കല്യാണം കഴിക്കാൻ പോകുന്ന ഈ സ്നേഹലത എങ്ങനെയാ? അടക്കവും ഒതുക്കമൊക്കെ ഉള്ള കുട്ടിയാണോ? കാഴ്ചയില് കുഴപ്പമില്ല, ബാക്കിയൊക്കെ കല്യാണം കഴിഞ്ഞാലേ അറിയാൻ പറ്റുള്ളൂ സാറേ. ഈ കല്യാണം എന്ന് പറയുന്നത് എന്റെ ഒരു ഭാഗ്യപരീക്ഷണം ആണല്ലോ. അതുകൊണ്ട് സാറേ, ഞാൻ വന്നതേ, ഈ പെണ്ണിന്റെ വീട്ടുകാര് എന്റെ വീട് കാണാൻ വന്നിരുന്നു. വീട് അവർക്ക് അത്ര പിടിച്ചില്ല. ഞാൻ പറഞ്ഞു കല്യാണമൊക്കെ ആകുമ്പോഴേക്കും വീടൊന്ന് ഒത്തിരി വലുതാക്കണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. കുറച്ചുകൂടെ സൗകര്യങ്ങളൊക്കെ കൂട്ടുന്നുണ്ട് എന്ന്. പെണ്ണിന്റെ ആങ്ങളെ അതേ കയറി പിടിച്ച്, എന്നാ പിന്നെ അതാദ്യം നടക്കട്ടെ എന്നൊരു ഡയലോഗും. പെട്ടുപോയില്ലേ സാറേ ഞാൻ. വെറുതെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ വിളിച്ചു പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും. അല്ല, ഇതിനകത്ത് ഇപ്പൊ ഞാൻ എന്ത് സഹായമാണ് ചെയ്യേണ്ടത്? ഈ വീട് പുതുക്കാനുള്ള പരിപാടി എനിക്ക് നേരത്തെ ഉണ്ടായിരുന്നുകൊണ്ടേ ഞാൻ ബാങ്കിൽ ഒരു ലോണിന് അപേക്ഷിച്ചിരുന്നേ. കടലാസുകളെല്ലാം കൊടുത്തു സാറേ. പക്ഷെ ആ ബാങ്ക് മാനേജർക്ക് എന്നെ എന്തോ ഭയങ്കര സംശയം. ഞാൻ ലോൺ എടുത്താൽ തിരിച്ചടയ്ക്കൂ, എനിക്ക് സ്ഥിരമായിട്ട് എന്തെങ്കിലും വരുമാന മാർഗം ഉണ്ടോ, ഇതൊക്കെയാണ് പുള്ളിയുടെ സംശയം. അതിന് ബാങ്ക് മാനേജറെ കുറ്റം പറയാൻ പറ്റില്ല. സാറേ, ഈ മാനേജർക്ക് സാറിനെ അറിയാം. ഞാൻ സാറിന്റെ അടുത്ത ആളാണെന്ന് പറഞ്ഞപ്പോ പുള്ളിയുടെ സ്വഭാവം പെട്ടെന്ന് മാറി. ഓഹോ, മോഹനകൃഷ്ണന്റെ പരിചയക്കാരനാണോ? എന്നാ പിന്നെ പേടിക്കാനില്ല, ഞാൻ മോഹനകൃഷ്ണനോടൊന്ന് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞ്. സാറേ, ആ മാനേജർ സാറിനെ എങ്ങാനും വിളിച്ച എന്നെ പറ്റി നല്ല 4 വർത്തമാനം പറയണേ. ഞാൻ കഠിനാധ്വാനിയാണ്, അത്യാവശ്യം നല്ല വരുമാനം ഉണ്ടെന്നൊക്കെ സാറ് പറഞ്ഞാ എനിക്ക് ആ ലോൺ കിട്ടും. ലോൺ കിട്ടിയ കല്യാണം നടക്കും. കല്യാണം നടന്ന പുള്ളിക്കാരിയുടെ വീട്ടിൽ നിന്ന് കുറച്ച് കാശ് എനിക്ക് തരാന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കയ്യോടെ വാങ്ങിച്ച് ബാങ്കിലെ ബാധ്യതയും തീർക്കാം. സ്ത്രീധനം? സ്ത്രീധനമൊന്നും അല്ല സാറേ, അവക്ക് അവളുടെ വീട്ടുകാർ ഒരു തുക കൊടുക്കുന്നു. അവളത് സ്നേഹപൂർവ്വം എനിക്ക് തരുന്നു, ഞാനത് ബാങ്കിലേക്ക് അടയ്ക്കുന്നു. അതിനിപ്പോ എന്തോ സാറേ? ഞാൻ ശുപാർശ ചെയ്ത് ലോൺ കിട്ടിയിട്ട് ഉത്തമനത് കൃത്യമായി തിരിച്ചടയ്ക്കാതിരുന്നാൽ എനിക്ക് അത് പേരുദോഷമാവില്ലേ? തിരിച്ചടക്കി സാറേ, ഞാനല്ലേ പറയുന്നത്. സ്നേഹലതയുടെ കയ്യിൽ നിന്ന് കാശ് കിട്ടിക്കഴിഞ്ഞാൽ അത് ഞാൻ നേരെ ബാങ്കിൽ കൊണ്ടുവന്ന് അടച്ചിരിക്കും. സാറാണ് സത്യം. ഒന്ന് സമ്മതിക്കും മോഹനേട്ടാ, ഒരാൾക്കൊരു ഗുണം ഉണ്ടാവുന്ന കാര്യല്ലേ? ഞാന് ഇതിനെപ്പറ്റി ആലോചിക്കട്ടെ. ഉത്തമൻ നാളെ വരൂ. മറന്നേക്കൂ. ഇതെന്താണ് വക്കീലെ? പൊസഷൻ സർട്ടിഫിക്കറ്റ് ആഫീസ് ചെല്ലുമ്പോൾ നാളെ വാ നാളെ വാ നാളെ വാ എന്നൊക്കെ പറയുന്നേ. വക്കീലെ, ലോൺ എത്രയും പെട്ടെന്ന് കിട്ടിയാലേ വീട് പണി നടക്കൂ. ഉത്തമിച്ചല്ലേ, ഞാൻ സമ്മതിപ്പിച്ചോളാം വില്ലേജ് ഓഫീസറെ കൊണ്ട്. ഉറപ്പാണല്ലോ അല്ലേ? ഉറപ്പ്. ഉത്തമൻ ധൈര്യമായിട്ട് പോയിക്കോ. ഓ ശരി. മോഹനേട്ടാ, മോഹനേട്ടാ, ഇതെത്ര ആലോചിക്കാൻ എന്താ ഉള്ളത്? നമുക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും വിളിച്ചാൽ ആ നിമിഷം ഓടിയെത്തുന്ന ആളാണ് ഉത്തമൻ. ആ ഉത്തമൻ ഒരു സഹായം ആവശ്യം വരുമ്പോ നമ്മൾ ചെയ്തു കൊടുക്കേണ്ടതല്ലേ? ആണ്. പക്ഷേ നമ്മൾ ഉത്തമന് ചെയ്തു കൊടുക്കുന്ന സഹായത്തിന്റെ പേരിൽ നാളെ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാവാൻ പാടില്ലല്ലോ. ആ ബാങ്ക് മാനേജറുടെ ഉത്തമനെ പറ്റി നല്ല 2 വാക്ക് പറയുന്നോണ്ട് നമുക്കും ദോഷം ഉണ്ടാവാന്. ലോൺ എടുക്കാൻ ജാമ്യം നിൽക്കാനൊന്നും ഉത്തമൻ പറഞ്ഞില്ലല്ലോ. ഇനിയിപ്പം മോഹനേട്ട പേടിക്കുന്നത് പോലെ ഉത്തമൻ ആ ലോൺ തിരിച്ചടച്ചില്ല എന്നിരിക്കട്ടെ, അപ്പോഴും ബാങ്കുകാര് മോഹനേട്ടനെ ചോദ്യം ചെയ്യാനൊന്നും വരില്ലല്ലോ. ഭാമേ, ഇതാണ് നീ ഒരു വക്കീലായി പോയതിന്റെ ദോഷം. ഉത്തമൻ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുന്നു,
ഞാൻ അതിന് ആ മാനേജരോട് ശുപാർശ ചെയ്യുന്നു. ഇനി ഉത്തമൻ ലോൺ തിരിച്ചടച്ചില്ല എങ്കിലും എന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഞാൻ വാക്കാൽ ശുപാർശ ചെയ്തിട്ടേ ഉള്ളൂ. അതെ, നീ പറഞ്ഞത് നിയമം. പക്ഷേ എല്ലാ കാര്യങ്ങളും നിയമത്തിന്റെ പേരിലാണോ നടക്കുന്നത്? നമ്മുടെ പേരിന് ഒരു വിലയുണ്ട്. നിനക്കത് മനസ്സിലാവില്ല. കാരണം നിന്റെ പേരിന് ഒരു വിലയില്ല. അതുപോലല്ല വില്ലേജ് ഓഫീസർ മോഹനേഷിന്റെ കാര്യം. ഞാൻ ഒരു വാക്ക് പറഞ്ഞാൽ അത് വിശ്വസിക്കുന്നവരാണ് ഈ നാട്ടുകാർ മുഴുവനും. ഉദാഹരണത്തിന് ഇപ്പോ ഉത്തമൻ പറഞ്ഞ ഈ ബാങ്ക് മാനേജർ, എനിക്ക് അയാളെ അറിയില്ല. പക്ഷേ അയാൾക്ക് എന്നെ അറിയാം. ഞാൻ അടിമുടി സത്യസന്ധനായ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണെന്ന് അദ്ദേഹം മനസ്സിലാക്കി കഴിഞ്ഞു. അതുകൊണ്ടാണ് മോഹനകൃഷ്ണൻ സാറിന്റെ പരിചയക്കാരനാണോ അപ്പോ ഉത്തമനും മര്യാദക്കാരനായിരിക്കുമല്ലോ എന്ന് ആ മാനേജർ പറഞ്ഞത്. അതായത് മോഹനകൃഷ്ണൻ സാറിന്റെ പരിചയക്കാരനാകണമെങ്കിൽ പോലും മര്യാദക്കാരനായിരിക്കണമെന്ന് മാനേജർക്കറിയാം. അതാണ് വില്ലേജ് ഓഫീസർ മോഹനകൃഷ്ണന് ഈ നാട്ടിലുള്ള വില. അങ്ങനെ വിലയുള്ള ഞാൻ ഉത്തമന് വേണ്ടി ശുപാർശ നടത്തിയിട്ട് ഉത്തമൻ ലോൺ തിരിച്ചടച്ചില്ല എങ്കിൽ അത് എന്റെ സൽപ്പേരിനെ ബാധിക്കില്ലേ? മോഹനേട്ടാ, ആർക്കും ഗുണമില്ലാത്ത ഈ സൽപ്പേരും കടിച്ചു പിടിച്ചിരുന്നോണ്ട് ആർക്കാണ് പ്രയോജനം? ഉത്തമനെ പോലെ ഒരാളെ സഹായിക്കാൻ പറ്റിയില്ലെങ്കിൽ മോഹനേട്ട പിന്നെ ആരാണ് സഹായിക്കുക? മാമേ, നീ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ എന്റെ സൽപ്പേര് ചീത്തയാക്കാൻ സമ്മതിക്കില്ല. ഉത്തമൻ കൃത്യമായി ലോൺ തിരിച്ചടയ്ക്കുമെന്ന് എനിക്ക് ബോധ്യം വരാതെ ഞാൻ മാനേജരോട് ശുപാർശ ചെയ്യില്ല. മോഹനേട്ടന്റെ അനാവശ്യമായി വാശിയും കടുംപിടുത്തവും ഒക്കെ സഹിച്ചു തരുന്ന ആളാണ് ഞാൻ. കുറച്ചു മുന്നേ എന്റെ ഓഫീസിൽ 4 പേരെ വിളിച്ച് ഒരു ഊണ് കൊടുക്കണമെന്ന് ഞാൻ പറഞ്ഞപ്പോ മുഖലക്ഷണ ശാസ്ത്രം പറഞ്ഞ് മോഹനേട്ടൻ ഉഴപ്പി. ഞാൻ അത് സഹിച്ചു. പക്ഷേ ഉത്തമന്റെ കാര്യത്തിൽ വെറുതെ വാശി പിടിക്കരുത്. എന്തെങ്കിലും ഒരു അത്യാവശ്യം ഉണ്ടെങ്കിൽ ഞാൻ വിളിച്ചാൽ ഓടി വരുന്ന ആളാണ് ഉത്തമൻ. ഉത്തമനെ ഈ കാര്യത്തിൽ സഹായിച്ചേ പറ്റുള്ളൂ. ഒരു പക്ഷേയില്ല മോഹനേട്ടാ. മോഹനേട്ടൻ ആ ബാങ്ക് മാനേജറോട് ഉത്തമനെ പറ്റി എന്തെങ്കിലും സംശയം പറഞ്ഞതിന്റെ പേരിൽ ഉത്തമനെങ്ങാനും ലോൺ കിട്ടാതെ വന്നാൽ ഞാൻ പോയി ഉത്തമന് ജാമ്യം നിൽക്കും. അഡ്വക്കേറ്റ് സത്യഭാമൻ ജാമ്യം നിന്നാൽ ആ ബാങ്ക് മാനേജർക്ക് എന്തായാലും വിശ്വാസമാകും. അങ്ങനെ ഞാൻ ജാമ്യം നിന്നിട്ട് ലോൺ എടുത്ത് ഉത്തമൻ തിരിച്ചടയ്ക്കാതിരുന്നാൽ കാശ് പിന്നെ ഞാൻ അടയ്ക്കേണ്ടി വരും. ഞാൻ കാശടയ്ക്കാന്ന് പറഞ്ഞാൽ അത് മോഹനേട്ടന്റെ കാശ് തന്നെയായിരിക്കും പോവുക. ആദർശമാവാം, പക്ഷേ അതുകൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവണം. ആർക്കും ഗുണമില്ലാത്ത ആദർശത്തെക്കാട്ടിലും നല്ലത് തേങ്ങ പിണ്ണാക്കാണ്. ഞാൻ ഇറങ്ങുന്നു. മോഹനകൃഷ്ണ സാറല്ലേ അത്? ഇതാരത്? എവിടെയോ കണ്ടു പരിചയം. സാറിന് എന്നെ മനസ്സിലായോ? മനസ്സിലായോന്ന് ചോദിച്ചാ ഉത്തമൻ പറഞ്ഞിരുന്നു സാറുമായിട്ട് വലിയ അടുപ്പാണെന്ന്. ഓ, ബാങ്ക് മാനേജർ. സത്യത്തിൽ ഒറ്റ നോട്ടത്തിൽ എനിക്ക് മനസ്സിലായില്ല. നമ്മൾ തമ്മിൽ മുൻപരിചയമില്ലല്ലോ. പക്ഷെ ഇപ്പൊ എനിക്ക് ആളെ മനസ്സിലായി. ഉത്തമൻ കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞു. ഉത്തമൻ എന്റെ പരിചയക്കാരനായോണ്ട് പറയുകയല്ല, നല്ല മനുഷ്യനാ. എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. എന്തു പറഞ്ഞാലും ഉത്തമൻ ചെയ്യും. കഠിനാധ്വാനിയാണ്. സൂര്യന് കീഴിൽ എന്ത് വേണമെന്ന് പറഞ്ഞാലും ഉത്തമൻ ചെയ്തിരിക്കും. അതിനൊക്കെ കണക്ക് പറഞ്ഞ് കമ്മീഷൻ വാങ്ങും. അത് വേണമല്ലോ. പണം ഉണ്ടാക്കാൻ കൂടിയാണല്ലോ ജോലി ചെയ്യുന്നത്. അതെ അതെ. ഇപ്പോ വീട് പുതുക്കി പണിയാനുള്ള ഒരു ശ്രമത്തിലാണ്. ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുന്നുണ്ട്. പക്ഷെ അതോർത്ത് പേടിക്കണ്ട. വാങ്ങുന്ന കാശ് കൃത്യമായി ബാങ്കിൽ തിരിച്ചടക്കുകയും ചെയ്യും. നമ്മൾ രണ്ടുപേരും മാത്രമേ. ഞാൻ ഒരു കാര്യം കൂടെ പറയാം. ഉത്തമന്റെ കല്യാണം ഉടനെ ഉണ്ടാവും. ഭാര്യ വീട്ടിൽ നിന്ന് നല്ലൊരു തുക കൊടുക്കാമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്.
ആ കാശ് കൊണ്ട് ബാങ്കിലെ ബാധ്യത തീർക്കാനാണ് ഉത്തമന്റെ പരിപാടി. അങ്ങനെ ഒരാളെ സംശയിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല, ഒട്ടുമില്ല. അപ്പൊ ഞാൻ വരട്ടെ. ആഫീസിൽ നിന്നിട്ട് ഒരുപാട് ജോലിയുണ്ട്. അങ്ങനെ മോഹനകൃഷ്ണ സാറ് ജീവിതത്തിൽ ആദ്യമായി ഒരാൾക്കൊരു ഉപകാരം ചെയ്തു. ഞാൻ രാവിലെ അത്രയൊക്കെ പറഞ്ഞെങ്കിലും മോഹനേട്ടൻ അത് കേൾക്കുന്ന സത്യമായിട്ട് ഞാൻ കരുതിയില്ല. ഞാൻ പഞ്ചായത്ത് ഓഫീസിന്റെ വളവ് കഴിഞ്ഞ് വരുമ്പോ ഒരു കാറ് എന്നെ കടന്നങ്ങ് പോയി. അയാൾ എന്നെ കണ്ട് വണ്ടി നിർത്തി പുറത്തിറങ്ങിയപ്പോ തന്നെ എനിക്ക് മനസ്സിലായി അത് മാനേജറാണെന്ന്. ഇതാണ് രാവിലെ ഞാൻ പറഞ്ഞ മുഖലക്ഷണ ശാസ്ത്രം. ഒരു ബാങ്ക് മാനേജറെ കണ്ടാൽ ആ നിമിഷം എനിക്ക് തിരിച്ചറിയാൻ പറ്റും. മുഖലക്ഷണത്തിന്റെ കാര്യമൊക്കെ അവിടെ നിൽക്കട്ടെ. മോഹനേട്ടൻ പറഞ്ഞത് അയാൾ വിശ്വസിച്ചു കാണൂ. ഭാമേ, ഉത്തമൻ വിശ്വസിക്കാൻ കൊള്ളാം എന്ന് പറഞ്ഞത് ഒരു വക്കീലല്ല, വില്ലേജ് ഓഫീസർ മോഹനകൃഷ്ണൻ. മോഹനകൃഷ്ണന്റെ വാക്കിന് ഈ നാട്ടിലാകെ ഒരു വിലയുണ്ട്. അത് ഇന്ന് ഉത്തമന് മനസ്സിലാവും. സാറേ, ഉത്തമന്റെ ശബ്ദം നന്ദി പറയാൻ വന്നതാവും. മോഹനേഷ് സാറേ. സാർ ഇവിടെ ഉണ്ടായിരുന്നല്ലേ? സാർ ഇവിടെ ഉണ്ടാവില്ലേ എന്ന് പേടിച്ചാണ് ഞാൻ ഇവിടെ വന്നത്. ഇപ്പൊ പിന്നെ സാർ ഇവിടെ ഉണ്ടല്ലോ, സന്തോഷമായി. ഉത്തമന് സന്തോഷമാവുന്ന എനിക്കറിയാമായിരുന്നു. സാധാരണ മറ്റാർക്കും ഞാൻ ചെയ്തു കൊടുക്കാത്ത സഹായമാണ് ഞാൻ ഉത്തമന് വേണ്ടി ചെയ്തത്. അത് പിന്നെ പറയാനുണ്ടോ? സാധാരണ ഒരാളും ആർക്കും ഇങ്ങനെ ഒരു ഉപകാരം ചെയ്ത് കാണൂല. സാറിനെ കണ്ട് എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നതിന് വേണ്ടിട്ടാണ് ഞാനിപ്പോ ഇവിടെ വന്നത്. നന്ദി പറയേണ്ടത് സാറിനോടല്ല ഉത്തമ, പിന്നെ? എന്നോടാണ്. ഞാൻ എത്ര നിർബന്ധിച്ചാണ് സാർ സമ്മതിച്ചെന്നറിയാമോ? ഓഹോ, അപ്പൊ ഈ പരസഹായ സമിതിയിൽ വക്കീലും ഉണ്ടായിരുന്നല്ലേ? എങ്കിൽ വക്കീലിനും എന്റെ വക ഊഷ്മളമായ നന്ദി. മോഹൻലാൽ സാറേ, ഞാൻ രാവിലെ പറഞ്ഞതുപോലെ ഇന്ന് വരെ ഞാൻ ഏതാണ്ട് 34 പെണ്ണുങ്ങളെ കണ്ടു. ഒരു കല്യാണം കഴിക്കണം എന്ന് ഏതൊരു പുരുഷനും തോന്നുന്നത് പോലെ ഒരു ദുർബല നിമിഷത്തിൽ എനിക്കും അങ്ങനെ തോന്നിപ്പോയി. അതൊരു അത്യാഗ്രഹമായിരുന്നു എന്ന് ഇന്നാണ് എനിക്ക് മനസ്സിലായത്. ആ പെണ്ണിനെ കണ്ടപ്പം മുതൽ അവക്കെന്നെ ഇഷ്ടപ്പെടണേ എന്നായിരുന്നു എന്റെ പ്രാർത്ഥന. അവക്കെന്നെ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞപ്പോ വീട്ടുകാരോടക്കടല്ലേ എന്നായി എന്റെ പ്രാർത്ഥന. വീട്ടുകാരും കൂടി സമ്മതിച്ചപ്പോ ഇത്തവണ എന്റെ കല്യാണം നടന്നു എന്ന് തന്നെയാണ് ഞാൻ കരുതിയത്. പക്ഷേ പെണ്ണിന്റെ മൂത്ത ആങ്ങളയെ ഇന്ന് റോഡിൽ വെച്ച് കണ്ടപ്പോ സാറായിട്ട് പറഞ്ഞ കാര്യങ്ങൾ കൊണ്ട് എന്റെ കല്യാണ കാര്യത്തിൽ ഒരു തീരുമാനമായി. പെണ്ണ് കാണാൻ ചെന്ന ദിവസം മോഹനേഷ് സാറിന് പരിചയമുണ്ട് എന്ന് ഞാനൊന്ന് അബദ്ധത്തിൽ പറഞ്ഞുപോയി. പെണ്ണിന്റെ മൂത്ത ആങ്ങളയ്ക്ക് സാറിനെ പണ്ട് ഏതോ വില്ലേജ് ഓഫീസിൽ വെച്ച് പരിചയമുണ്ട്, സാറിനെ അറിയാമെന്ന് അന്നേ അയാൾ എന്റെ അടുത്ത് പറഞ്ഞാണ്. ഇന്ന് വഴിയെ വെച്ച് സാറിനെ കണ്ടപ്പോ എന്നെ പറ്റി ഒന്ന് തിരക്കാന്ന് അയാള് കരുതി. അല്ല, അങ്ങനെ കരുതിയിൽ തെറ്റ് പറയാൻ പറ്റൂലല്ലോ. പെണ്ണിനെ കെട്ടാൻ പോകുന്നതിനെ പറ്റി നാട്ടിലെ ഒരു ദിവ്യനോട് ചോദിക്കാമെന്ന് കരുതുന്നത് തെറ്റൊന്നുമല്ലല്ലോ. പക്ഷേ കല്യാണം കഴിച്ച് ഭാര്യയുടെ വീട്ടിൽ നിന്ന് കിട്ടുന്ന കാശ് കൊണ്ട് ബാങ്കിലെ ബാധ്യത അടച്ചു തീർക്കാനിരിക്കുകയാണ് ഞാനെന്ന് സാർ പെണ്ണിന്റെ ചേട്ടനോട് പറഞ്ഞതോടുകൂടി അയാൾക്ക് തൃപ്തിയായി. അങ്ങനെ കടം വീട്ടാനായി കല്യാണം കഴിക്കാനായി നടക്കുന്നവന് കൊടുക്കാനുള്ളതല്ല എന്റെ പെങ്ങളെന്ന് അയാള് എന്റെ മുഖത്ത് നോക്കി പറഞ്ഞു. ചെയ്തു തന്ന ഉപകാരങ്ങൾക്കെല്ലാം വളരെ നന്ദിയുണ്ട് കേട്ടോ. കല്യാണം കഴിക്കാമെന്നുള്ള മോഹം ഞാൻ ഇവിടെ വെച്ച് ഉപേക്ഷിക്കുന്നു. അല്ലെങ്കിൽ തന്നെ ഒരു കല്യാണത്തിൽ എന്തിരിക്കുന്നു? ഇതുപോലത്തെ ഒരു സഹായം ഇനി ആർക്ക് ചെയ്തു കൊടുക്കരുതെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഉത്തമൻ ഇവിടം വിടുന്നു. ഓട്ടാ വക്കീലേ. ഇനി ഇവിടെ ശരിയാവില്ല. എന്താ കൊറേ നേരം വെച്ചിട്ട് കറങ്ങാൻ തുടങ്ങിയിട്ട്. അയ്യോ, എന്തൊക്കെ വർത്താനമായിരുന്നു.
അയാൾ കാറിൽ നിന്ന് ഇറങ്ങി എന്റെ നേരെ നോക്കിയ നിമിഷം എനിക്ക് മനസ്സിലായി അത് ബാങ്ക് മാനേജർ ആണെന്ന്. കാരണം എനിക്ക് മുഖലക്ഷണ ശാസ്ത്രം അറിയാമല്ലോ. അങ്ങനെ മുഖലക്ഷണ ശാസ്ത്ര വിദഗ്ധൻ മോഹനകൃഷ്ണൻ പാവം ഉത്തമന്റെ കല്യാണം മുടക്കി. ഇത്രയും നാളും പുറകെ നടന്ന് സകല സഹായം ചെയ്തു തന്നതിനുള്ള കൂലി. അതിപ്പോ എന്റെ അത്ര കുറ്റമൊന്നുമല്ല. ഉത്തമൻ രാവിലെ വന്ന് ബാങ്ക് മാനേജറെ വിളിക്കണമെന്ന് പറഞ്ഞോണ്ടല്ലേ എനിക്കത് മാനേജറാണെന്ന് തോന്നിയത്. അങ്ങനെ കാഴ്ചയിലെ തീരുമാനമെടുക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു. അയാൾ വന്ന് പരിചയപ്പെട്ടപ്പോ പേരെന്താണെന്നോ എന്താണ് ജോലിയെന്നോ ചോദിച്ചിരുന്നുവെങ്കിൽ കാര്യം മനസ്സിലാകുമായിരുന്നല്ലോ. പക്ഷേ അതിന്റെ ആവശ്യമില്ലല്ലോ. മുഖലക്ഷണ ശാസ്ത്രം നമ്മൾ അരച്ചു കലക്കി കുടിച്ചിരിക്കുകയല്ലേ. പാവ ഉത്തമൻ 34ാമത്തെ പെണ്ണ് കാണലായിരുന്നു. ഇതെങ്കിലും നടക്കുമെന്നുള്ള പ്രതീക്ഷയിലായിരുന്നു ആ പാവം. അതെന്തായാലും ഒരു വഴിക്കാക്കി കൊടുത്തു. ഉത്തമന് മര്യാദക്കാരനായതുകൊണ്ട് പറയാനുള്ളത് ഇവിടെ വന്ന് പറഞ്ഞിട്ട് പോയി. വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിലേ നാട് മുഴുവൻ പറഞ്ഞോണ്ട് നടന്നേനെ, മോഹനകൃഷ്ണൻ സാറ് എന്റെ കല്യാണം മുടക്കി, മോഹനകൃഷ്ണൻ സാറിന്റെ കല്യാണം മുടക്കിയെന്ന്. അതോടെ വില്ലേജ് ഓഫീസറുടെ സൽപ്പേരിൽ ഒരു പൊൻതൂവൽ കൂടിയായനെ. മതി, ഞാൻ പറഞ്ഞല്ലോ എനിക്കൊരു അബദ്ധം പറ്റിയാണെന്ന്. ആയിക്കോട്ടെ. എന്തായാലും നാളെ ഓഫീസിൽ നിന്ന് ഞാൻ ഈ അബദ്ധത്തെ പറ്റി പറയുമ്പോ അവിടെയുള്ളവര് ചിരിച്ചിരിച്ചിരിച്ചിരിച്ച് നീ എന്തിനാ ഓഫീസിൽ പോയി പറയുന്നത്? ഒരു രസമല്ലേ മോഹനേട്ടാ? രസമുള്ള കാര്യങ്ങൾ നമ്മൾ മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കണ്ടേ? വേണ്ട എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? ഓഫീസിലിരിക്കുമ്പോ ഈ സംഭവമൊക്കെ എനിക്കറിയാതെ ഓർമ്മ വരും. അപ്പൊ ഞാൻ ചിരിക്കും. അപ്പം സത്യഭാമ എന്താ ഒറ്റയ്ക്കിരുന്ന് ചിരിക്കുന്നത് അവരൊക്കെ ചോദിക്കില്ലേ? അപ്പൊ സത്യം പറഞ്ഞില്ലെങ്കിൽ എനിക്ക് പ്രാന്താന്ന് അവര് കരുതില്ലേ? അതെ, അടുത്ത ഞായറാഴ്ച അടുത്ത ഞായറാഴ്ച നിന്റെ ഓഫീസിലുള്ളവന്മാരൊക്കെ ഉണ്ണാൻ വിളിച്ചാലോ? അതെന്തിനാ? അത് പിന്നെ നമ്മള് വീട് വാങ്ങിയിട്ട് 2 മാസമായല്ലോ, ഇതുവരെ ആരെയും ഉണ്ണാൻ വിളിച്ചില്ലല്ലോ. പക്ഷെ നമ്മൾ കാശ് മുടക്കി വാങ്ങിയതിന് അവർക്കൊക്കെ ഊണ് കൊടുക്കേണ്ട കാര്യം എന്താ? എന്നാലും അങ്ങനെ അല്ലല്ലോ നാട്ടു നടപ്പ്. എങ്ങനെ? അവരെ വിളി. സഹായിക്കുകയാണെങ്കിൽ ഇങ്ങനെ വേണം സഹായിക്കാൻ. ഇന്ന് മോഹനകൃഷ്ണൻ ചെയ്ത സഹായം ഉത്തമൻ ഈ ജന്മത്ത് മറക്കാനിടയില്ല. ലക്ഷണം നോക്കിയും ഊഹിച്ചും തീരുമാനങ്ങൾ എടുക്കുന്നതിനേക്കാൾ കാര്യങ്ങൾ മനസ്സിലാക്കി നിഗമനങ്ങളിൽ എത്തുന്നതാണ് നല്ലതെന്ന് സത്യഭാമ പറയുന്നതിനോട് ഇനിയെങ്കിലും മോഹനകൃഷ്ണൻ യോജിച്ചേക്കും എന്ന വിശ്വാസത്തിൽ ഇന്നത്തേക്ക് വിടാം.